ഹലോ. ഇന്നലെ രാത്രി ജീപ്പിലോട്ട് കയറി കിടക്കാൻ പോകുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ പറ്റി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ വൈകുന്നേരം 12 ആയിക്കാണ് കുളിച്ച് എല്ലാം കൂടെ പിന്നെ റെഡി ആയി വരുമ്പോഴത്തേക്ക്. പിന്നെ രാവിലെ എണീച്ച് നമ്മള് മുറ്റത്തുള്ള ജീപ്പിനെ എടുത്ത് റോട്ടുമ്പിലേനെ എടുത്തിട്ട് ഇനിയിപ്പോ ഇസ്തിരി ഇടാണ്ട്. ഇന്നാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം. ഡ്രസ്സ് ഇടുന്നതിനോട് ഇസ്തിരി ഇടണം. പിന്നെ അനിയന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഓനെ സ്കൂളിൽ കൊണ്ടാക്കണം. ദെൻ വന്നിട്ട് ഒന്ന് സീറ്റൊക്കെ ഒന്നും കൂടി തട്ടി തുറക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പം എല്ലാം വഴിയാ അങ്ങനെ കുളിച്ച് കുട്ടുപ്പനായി. പക്ഷെ ഇതല്ല കേട്ടോ നമ്മളെ കല്യാണത്തിന് പോകാനുള്ള കോസ്റ്റ്യൂം ഇതല്ല. ഇതുവഴി നമ്മൾ കുറെ നേരം കല്യാണം നടന്നു. അതുകൊണ്ട് കല്യാണത്തിന് പോകണം. അതിന് മുമ്പ് നമ്മുടെ ജീപ്പില് ഇച്ചിരി വെള്ളവും മറ്റൊക്കെ ഉണ്ടോ നോക്കട്ടെ. സോ റേഡിയേറ്റർ പോയി വെള്ളമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് എന്തെങ്കിലും വെള്ളം ഒഴിക്കണം. അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറച്ച് കുറവുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം ഗൈസ്. ഓക്കെ, ഇറ്റ്സ് ഇനഫ്. ഫുഡ് കഴിക്കണ തിരക്കിലായതുകൊണ്ട് ആട് കല്യാണ പരിപാടിക്ക് വീഡിയോ നിർക്കാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ മറ്റേ പുളിമൂടോ സംതിങ് കായലും കടലും ചേർന്ന ഏരിയയില് അവിടെയാണ്. ഓക്കെ, ബാക്കി എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് എടുക്കുക. പിന്നെ ഒന്നാന്ന് വെച്ചാൽ കമ്പനിക്കാരെ കൂടെ കൊടുത്തിട്ട് ഫോൺ എടുക്കാൻ തോന്നില്ല, അതാണ് വിഷയം. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശാല മനസ്സുള്ള അഭിനവ് വണ്ടി കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു സ്ത്രീയുടെ ബൈക്ക് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ദൃശ്യങ്ങളാണ്. ക്യാമറാമാൻ ആൽബർട്ടിനോ അനന്തു. അങ്ങനെ ബീച്ചിൽ കൂടെയുള്ള തെണ്ടൽ ഒറ്റന്റെ ക്യാമറ നോക്കിയട്ര. ബീച്ചിൽ കൂടെയുള്ള തെണ്ടൽ ഇതുവരെ അവസാനിക്കുന്നില്ല. സമയം ഇപ്പോൾ 10:30. ഈസ് നോട്ട് അത്ര വൈഗൽ ഓഫ് ഇന്ത്യ, എന്നാലും തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊന്നില്ലാത്ത തെണ്ടലാണ്. ഇതാണ് മെയിൻ തെണ്ടി. യുനോ എയ്ഡ്സ് അന്ന് എയ്ഡ്സ് വന്ന് നിറ ചെക്ക്, ഇത് എയ്ഡ്സ് വരാൻ പോകുന്ന ചെക്ക്. അങ്ങനെയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവിടുന്ന് എപ്പോഴാ പോകാൻ തീരുമാനിച്ചില്ല. ചിലപ്പോ തന്നെ പോയിക്കും. അങ്ങനെ ആൽബർട്ടിന് പില്ലർ നമ്പർ നോക്കി പോകാനുണ്ട്. ഇവന് എറണാകുളത്താ. അങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെ തന്നെ. ബീച്ചിലത്തെ തെണ്ടിത്തിരിയിൽ കഴിഞ്ഞിട്ട് ഇനി നേരെ SM സ്ട്രീറ്റും പിന്നെ മാനഞ്ചിറ സ്ക്വയർ കൂടെയുള്ള തെണ്ടിത്തിരിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്ന കയ്യിൽ കേൾക്കുണ്ടായിരിക്കും. അവിടെ തെണ്ടിത്തിരിഞ്ഞിട്ട് നേരെ കാലപ്പുറം പോയിട്ട് ഏതോ തട്ടുകട നല്ല ഫുഡ് വെച്ചിട്ട് നേരെ വീട്ടിലേക്ക്. നേരെ കാരപ്പുറമ്പിലെത്തി ഫുഡ് തട്ടുകടയിൽ നിന്നുള്ള നെയ്ച്ചോറും ബീഫ് കറിയും വിത്ത് എത്ര റുപ്യ? 100 റുപ്യ അല്ലേ? 100 റുപ്യ അതുള്ള പോലെ പറയുകയാണെങ്കിൽ 100 റുപ്യക്കുള്ള സാധനം. നല്ല ബീഫ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 100 റുപ്യ ഉള്ള സാധനം. ഉറപ്പായിട്ടും കപ്പ ബീഫ് ഉണ്ട്. അതല്ല, കപ്പ ബീഫ് 100 റുപ്യക്കുള്ള സാധനല്ലേ? 80 റുപ്യ. പിന്നെ അതുപോലെ വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരാവതും ഇല്ലാത്തതുകൊണ്ട്, അതായത് ഫുൾ ക്ഷീണമായോണ്ട് നല്ല പൂത്തോലെ കിടന്നുറങ്ങി. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.